നമസ്കാരം. തർക്കത്തിനിടെ കള്ളുഷാപ്പിൽ വെച്ച് അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. ആനന്ദപുരം സ്വദേശി യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് നാടകീയമായി പിടികൂടി. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം. അമ്മയുടെ പേരിലുള്ള സ്വത്ത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം വാക്കുതർക്കമാണ് ഉണ്ടായത്. പിന്നീട് ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. വിഷ്ണു മരത്തടിയും കള്ളുകുപ്പയും ഉപയോഗിച്ച് യദുവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും യദു മരിച്ചു. ഷാപ്പിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച യദുകൃഷ്ണനെ വിഷ്ണു കള്ളുകുപ്പി കൊണ്ട് തലക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്നാൽ രാത്രി 11 മണിയോടെ യദുകൃഷ്ണൻ മരിച്ചു. സംഭവത്തിന് ശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ വിഷ്ണു രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴെ കരിങ്കല്ല് കൊണ്ട് തകർത്തു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് പത്രം വായിക്കുന്നതിനിടയിലാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. ഇതോടെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട വിഷ്ണു സമീപത്തെ പറമ്പിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് പോലീസ് അന്വേഷിച്ചെത്തിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. അനുജനെ അപായപ്പെടുത്തിയ ശേഷവും വിഷ്ണു ആനന്ദപുരം ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പല സുഹൃത്തുക്കളോടും താൻ അനുജനെ വകവരുത്തിയെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലിനൊടുവിലാണ് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വിഷ്ണുവിനെ നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് പിടികൂടിയത്. പുതുക്കാട് പോലീസ് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.